രാധികേ, എടി രാധികേ, ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? രാധികേ, എന്താ അമ്മേ? നിനക്കിന്ന് സ്കൂളിലൊന്നും പോണ്ടേ? വാ, വന്ന് കുളിച്ച് ചായ കുടിക്കേ. നേരം വെളുത്തിട്ടല്ലോ അമ്മേ. ദാ വരണു. നേരം ഒരുപാടായി. നോക്ക് പെണ്ണേ, കളിച്ചു നിക്കല്ലോ. അമ്മ പോവാണ്, നേരം വൈകി. ചായയും കടി എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കണം കേട്ടോ. ഒന്ന് അടങ്ങിയിരിക്കും പെണ്ണേ. എന്തൊരു താരന മോളെ നിന്റെ തലയിൽ. നീ കുളിക്കുമ്പോ നല്ലോണം തല കഴുകാറില്ല? ഹലോ, ഓ ഇവിടെ ഉണ്ട്. ഇല്ലല്ലോ, ഇല്ല. നാളെയോ? വരാലോ. ഓ വേറൊന്നുമില്ലല്ലോ. ഓ എന്നാ ശരി, എന്നാ വെക്കട്ടെ. എന്തൊരു ഫോണാ അമ്മേ ഇത്? ഈ ഫോണിന് എന്താ കുഴപ്പം മോളെ? അമ്മൂടെയും ഫാത്തിമയുടെ ഒക്കെ വീട്ടില് നല്ല ഫോൺ ഉണ്ടല്ലോ, അതിലൊക്കെ വാട്സപ്പ് യൂട്യൂബ് ഒക്കെ കിട്ടും. അമ്മക്ക് വാങ്ങിക്കൂടെ അങ്ങനത്തെ ഒരു ഫോണ്? അതിനൊക്കെ എത്ര കാശ് കൊടുക്കണമെന്നാണ്. അതിൻ്റെ ഇടയിൽ മോളൊരു യൂട്യൂബും വാട്സപ്പും. ഏതായാലും ഒരു മൊബൈലല്ലേ മോളെ, അതിനൊക്കെ വലിയ വില കൊടുക്കണം. നമുക്ക് എവിടുന്ന് അതിനുള്ള കാശ്? അമ്മൂൻ്റെ അച്ഛനും ഫാത്തിമേൻ്റെ അച്ഛനും ഒക്കെ വലിയ ജോലിക്കാരാ. അവരെല്ലാം പൈസ കൊടുത്ത് വാങ്ങും. നമുക്ക് അവരെ പോലെ ആവുമോ? നമ്മൾ അച്ഛൻ്റെ കാര്യം മോക്കറിയാലോ, എവിടേക്കോ തെണ്ടി തിരിഞ്ഞ് നടക്കുക. നമുക്കൊന്നും കൊണ്ട് തന്നില്ലേലും വേണ്ടിയില്ല. അമ്മ പണിയെടുത്ത് കൊണ്ടുവരുന്നത് തട്ടിപ്പറിച്ച് കൊണ്ടുപോവാതിരുന്നാൽ മതിയായിരുന്നു. മോള് പഠിച്ച് വലിയ ഉദ്യോഗത്തിലൊക്കെ ആയിട്ട് മുന്തിയ ഫോൺ വാങ്ങണം, വലിയ വീട് വെക്കണം. അന്നൊക്കെ അമ്മ ഉണ്ടാവോ ആവോ? ശ്രീദേവിയെ, ശ്രീദേവി, അച്ഛൻ. ശ്രീദേവി, ഇവിടെ എവിടെ പോയി കിടക്കുക? ശ്രീദേവി, എന്താടി വിളിച്ചിട്ട് വിളിയേക്കാത്ത? പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് കുറച്ച് പൈസ വേണം. നമ്മളെ രാഘവന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. എന്താ ചന്ദ്രേട്ടാ നിങ്ങൾ പറയുന്നേ? ഇവിടെ പൈസ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ഞാൻ തരികയില്ല. എപ്പം ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അതിന്റെ സ്ഥിരം പല്ലവി. എനിക്കിവിടെ ഒരു പെൺകുട്ടിയാണുള്ളത്, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഓർമ്മയില്ലല്ലോ. ശ്രീദേവി, അധികം ഒന്നും പറയണ്ട. എനിക്ക് ഒരു പൈസ കിട്ടണം. ഒരു 500 ഉണ്ടെങ്കിൽ തന്നാൽ മതി. പൈസ തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. ശ്രീദേവി, ശ്രീദേവിയെ, വായ തുറക്കടി. ശ്രീദേവി, ശ്രീദേവിയെ, ശ്രീദേവി, ചന്ദ്ര എപ്പ നോക്കിയാലും ഓളയില്ല പൈസ. എന്താ കേക്ക് ചന്ദ്ര? ഓളെ ഞാണ്ടല്ല ഒരു കഥ.
എന്താടി സുഖല്ലേ? എൻ്റെ മുഖം വല്ലാതെ പാടിയിരിക്കണല്ലോ. ഓ ഒന്നുമില്ല വനജേ, സുഖം. ചന്ദ്രേട്ടൻ വന്നിരുന്നോ? ആ, അധിക ദിവസവും വരും. എന്തേലും ഉണ്ടെങ്കിൽ പിടിച്ചു പറിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. കഷ്ടം. ഇന്നലെയും വന്നിരുന്നു. ആ രാഘവനും കൂടെ ഉണ്ടായിരുന്നു. രണ്ടാളും നല്ല പൂസായിരുന്നു. കുറേ ബഹളം വെച്ച് പൈസയ്ക്ക് വേണ്ടി. ഞാൻ എന്താ ചെയ്യാ? പൈസ എടുത്തു കൊടുത്ത് നീ തന്നെയാണ് അയാളെ കേടുവരുത്തുന്നത്. കുട്ടീൻ്റെ പഠിത്തം, മാസം മാസം വാടക, ഇതൊക്കെ ഞാൻ പോയിട്ട് വേണ്ടേ? എൻ്റെ കാലിലൊരാണി നിറച്ചാൽ എൻ്റെ കുട്ടി പട്ടിണിയായില്ലേ? എന്താ ചെയ്യലേ? നിനക്കറിയോ, ഇന്നലെ രാധിക ചോദിക്കുക, ഈ അമ്മയ്ക്ക് ഈ ഫോണൊന്ന് മാറ്റിയിട്ട് വേറെ പുതിയ ഫോണൊന്ന് വാങ്ങിക്കൂടെ എന്ന്. ഓക്കെ യൂട്യൂബും വാട്സപ്പും ഒക്കെ വേണം അത്ര. കുട്ടികളല്ലടി, ഓൽക്ക് എന്താ അറിയാ? കുട്ടികളാണെങ്കിൽ നമ്മൾ അവസ്ഥ മനസ്സിലാക്കണ്ടേ? അതൊന്നും സാരല്ല, ഒക്കെ ശരിയാവും. ദൈവം കാണുന്നില്ലേ എല്ലാം. ഒരു ഉപദേശി വാങ്ങട്ട്. എങ്ങട്ടാ രണ്ടാളും കൂടി? ഇത് മോളെ പിറന്നാളാ, അമ്പലത്തിലൊന്ന് വന്നതാ. ആയിക്കോട്ടെ. എന്നാ ശരി. അങ്ങോട്ട് എടുത്ത്. ചന്ദ്ര, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ടൗണിലെ ബംഗ്ലാവിലേക്കാ, വലിയ പണക്കാരാ. ബംഗ്ലാവിലെ കൊച്ചമ്മക്ക് സഹായത്തിനൊരു കുട്ടീനെ വേണം. പൈസ എത്ര വേണേലും ഇവർ തരും. മനസ്സിലായോ? എന്തേ? അതിന് രാധിക ചെറിയ കുട്ടിയല്ലേ രാഘവേട്ടാ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഓള് പണിയൊന്നും എടുക്കണ്ട, കൊച്ചമ്മക്ക് ഒരു കൂട്ട്, അത്രേ ഉള്ളൂ. ഓള് സ്കൂളിൽ പോവല്ലേ രാഘവേട്ടാ? ചന്ദ്ര, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കൂടുതൽ പഠിപ്പിച്ചാൽ ഓര് കേടുവരും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആരുടെ കൂടെ ഒളിച്ചോടി പോവും, അല്ലെങ്കിൽ മയക്കുമരുന്ന് വല്ല കുണ്ടാമണ്ടിയൊക്കെ ആയിട്ട് ഓർത്ത് പറയേണ്ട ശമ്പളം ഒരു തരും. ഓള് സമ്മതിക്കുമെന്നാ ആ ശ്രീദേവി. സമ്മതിപ്പിക്കണം. ഈ ഒരാണല്ലേ ചന്ദ്ര? നിക്ക്.
ഇപ്പം ഇത് വെച്ചോ, ബാക്കി പിന്നെ നമ്മൾ വേണ്ട പോലെ ചെയ്യാം. ഇതേ എന്നാൽ ശരി രാഘവേട്ട. രാഘവേട്ട നടന്നോ, ഞാൻ ഒന്നുകൂടെ കയറിയിട്ട് വരാം. ആയിക്കോട്ടെ ചന്ദ്ര. ആ ഇതെപ്പോ വന്ന്? അല്ല, എവിടെ പോയതാ വീടൊക്കെ പൂട്ടിയിട്ട്? മോളെ പിറന്നാളല്ലേ, ഞങ്ങളൊന്ന് കറങ്ങാൻ പോയതാ. നോക്ക്, നിന്റെ കെട്ടിയോ വന്നിരുന്നു. കുറേ നേരം നിന്നെ അവിടെ കാത്തിരുന്ന്. ഓ അത് വല്ല പൈസക്കായിരിക്കും, അല്ലാതെ എന്തിനാ? അല്ലടി, അയാൾ നിന്നെ കാണായിട്ട് എന്നെ വിളിച്ച്. എന്നിട്ട് അയാൾ രാധികിനെ കൊണ്ടോണെന്നാ പറയണത്. മൂപ്പര അമ്മക്ക് സുഖമില്ലാത്രേ. ഇത് മൂപ്പര് ഇടക്ക് പറയുന്ന മനസ്സ് ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാ. എന്റെ മോളെ ആ കുടിയന്റെ കൂടെ ഞാൻ വിടൂല. കൂടെ ഒരാളുണ്ടായിരുന്നു. അയാള് പറയാ, കുട്ടികള് വലുതായാ പിന്നെ അച്ഛന്മാരുടെ കൂടെ നിൽക്കണ്ടെന്ന്. അമ്മന്റെ കൂടെ വളരുന്ന കുട്ടികൾ കേടുരത്രേ. ഇല്ല മനസ്സ്, കൊന്നാലും ഞാൻ അവളെ വിട്ടുകൊടുക്കൂല. അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്. അവളില്ലെങ്കിൽ പിന്നെ എന്നേ ഞാൻ ജീവനൊടിക്കാന്. ഏയ് ശ്രീദേവി, ശ്രീദേവി, ഡേ ഡേ. ചന്ദ്രേട്ടൻ. ശ്രീദേവി, എന്താ പ്രശ്നം? കുറേ നേരമായല്ലോ. എന്താ ചന്ദ്ര? മൊയിലാളി, എൻ്റെ അമ്മ കുടിയിൽ ഒറ്റേക്ക, പ്രായമായി, കുറച്ച് ദിവസമായിട്ട് തീരെ വയ്യ. ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ആരുമില്ല. അതിന് ഈയുമ്പോഴും പിരിഞ്ഞല്ലേ നിൽക്കണ്? ഇവളെ കാര്യമല്ല മൊയിലാളി, എൻ്റെ മോളെ കുറച്ച് ദിവസം പറഞ്ഞു വെച്ചിട്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവള് സമ്മതിക്കില്ല. ഒരാഴ്ചക്കല്ലേ ശ്രീദേവി? അയാളുടെ അമ്മക്ക് സുഖമില്ലായിട്ടല്ലേ? എന്തൊക്കെ ആയാലും അയാളുടെ കുട്ടിയുടെ അച്ഛനല്ലേ? അബ്ബാസ്ക്കൊക്കെ അറിയാലോ, അയാളുടെ വീട് ഒരുപാട് അകലെയാണ്. ഇങ്ങനെ ഒരു കള്ളുടിയന്റെ കൂടെ ഞാൻ എൻ്റെ കുട്ടീനെ വിടൂല. അവള് പഠിക്കുന്ന കുട്ടിയാ. സ്കൂൾ ദിവസം കഴിഞ്ഞാൽ പൂട്ടിയല്ലേ, പിന്നെ കുറെ കഴിഞ്ഞിട്ട് തുറക്കും. അപ്പൊക്കെ മുള കൊണ്ടതാ പോരെ. സുഖമില്ലാത്ത എൻ്റെ അമ്മക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ആരുമില്ല മൊയിലാളി. ചന്ദ്ര, ഇപ്പൊ പോ. ഇവിടെ പണിയെടുക്കണ കണ്ടുകൂടാ എനിക്ക്? മൊയിലാളി, സുഖമില്ലാത്ത എൻ്റെ അമ്മക്ക് ഒരു തുള്ളി. ആയിക്കോട്ടെ, അതൊക്കെ അമ്മ ശരിയാക്ക ചന്ദ്ര. ഇപ്പൊ പോയിക്കോ. ശ്രീദേവി, വാശി പിടിച്ച പല പ്രശ്നങ്ങളും ഉണ്ട്. 7 വയസ്സ് കഴിഞ്ഞാൽ നിയമപ്രകാരം കുട്ടികളുടെ അവകാശം അച്ഛനാണ്. അയാൾ കേസിന് പോയിട്ടുണ്ടെങ്കിൽ കുട്ടിയെ തീർത്തും അയാൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അയാളെ ദേഷ്യം പിടിപ്പിക്കാതെ കുറച്ച് ദിവസത്തേക്ക് കുട്ടിയെ അയാൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. എത്ര നേരമായി, എന്തോ എടുക്കാത്? വേഗം ഇറങ്ങിവിട്, ബസ് ഇപ്പം പോ. ഒന്ന് വേഗം. എന്തിനാ അമ്മ എന്നെ അച്ഛൻ കൊണ്ടുപോണേ? അമ്മക്ക് പറഞ്ഞുണ്ടായിരുന്നോ എന്നെ അയക്കൂലെന്ന്? ഞാൻ കുറെ പറഞ്ഞതല്ലേ മോളെ, മോള് കണ്ടതല്ലേ അച്ഛനുണ്ടാക്കുന്ന പുകില്. അച്ഛമ്മയാണ് അവിടെ ഒറ്റയ്ക്കാണത്രേ, അവിടെ ആരുമില്ല. മോള് പോയിക്കോ, അമ്മ കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മ വന്ന് കൊണ്ടുവരാട്ടോ. ഓ, എത്ര നേരമായത് ഇങ്ങനെ.
ഒന്ന് വേഗം നടക്ക്. വേഗം ഇങ്ങോട്ട് വാ, ബസ് ഇപ്പം പോവും. കരയല്ലേ കരയല്ലടി. കുറച്ച് ദിവസം ഈ വീട്ടിൽ നിന്നോ, ഇവിടുത്തെ കൊച്ചമ്മക്ക് ഒരു കൂട്ടിന്. അച്ഛാ ഞാൻ എന്തേ മുണ്ടാണ്ടിരുന്നോ? കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുപോകും. എന്തേ? രാഘവട്ടൻ പറഞ്ഞിട്ട് വരിക, ഇവിടെ സായത്തിന് കുട്ടിയെ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഷേർലി, ഷേർലി, ഇത് നിന്റെ കുട്ടിയാ? ആ ഇത് ചെറിയ കുട്ടിയല്ലേ, ഈ കുട്ടിനെ കൊണ്ട് ഈ വീട്ടിലെ പണിയൊക്കെ എടുക്കാൻ സാധിക്കുമോ? കുട്ടിയെങ്കിൽ കുട്ടി, എല്ലാം തികഞ്ഞ ഒന്നിനെ എവിടുന്ന് കിട്ടാനാ? വാ എന്നാ കേറി പോര്. ഈ അവിടെ നിൽക്ക്. ഇത് വെച്ചോ, കാര്യങ്ങളൊക്കെ രാഘവനോട് പറഞ്ഞു. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. ആ, ഡീ രാധികേ, നീ എവിടെയാ? ഈ പാത്രങ്ങളൊക്കെ അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെക്ക്. എന്നാ ഭക്ഷണം കഴിച്ചിട്ട് ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അടുക്കളയിലെ സോഫയിൽ കിടന്നോ. മോളെ 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 മോൾ മോളെ 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 മോളെ
അമ്മേ, അമ്മേ, ശിവനന്ദ, പ്രസന്റ് മിസ്. സൽമ, പ്രസന്റ് മിസ്. ആരതി, പ്രസന്റ് മിസ്. ഷഹാന, പ്രസന്റ് മിസ്. രാധിക. രാധിക രാധിക ഇന്നും വന്നില്ലേ? അവള് അവധി കഴിഞ്ഞപ്പോ 4 ദിവസമായല്ലോ വന്നിട്ട്. നിന്റെ വീടിന്റെ അടുത്തല്ലേ രാധിക? അവളെ അച്ഛൻ കൊണ്ടുപോയി. എങ്ങോട്ട്? അവളെ ബംഗ്ലാവിൽ പണിക്കിരുത്തിയതാ. അതെങ്ങനെ നിനക്കറിയാ? എൻ്റെ അച്ഛൻ അമ്മയോട് പറഞ്ഞു കേട്ടതാ. അവളുടെ അച്ഛൻ അച്ഛൻ്റെ വീട്ടിലേക്കാന്ന് കളവ് പറഞ്ഞു കൊണ്ടതാ. എന്നിട്ട് ഒരുപാട് കാശും വാങ്ങി. എന്നിട്ട് പണിക്ക് നിർത്തിയതാ അവളെ. നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കാതിരിക്കട്ടോ, ഞാനിപ്പോ വരെ. നമുക്ക് രാധികയുടെ വീട്ടിലൊന്ന് പോയിട്ട് നമുക്ക് അന്വേഷിക്കാം. എന്താണ് അവിടുത്തെ ചുറ്റുപാടെന്നൊക്കെ നമുക്കൊന്ന് നേരിട്ട് അറിയാലോ. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ശരി. അനിയെ ഒന്ന് വിളിക്കണേ. ശ്രീദേവി ചേച്ചി, ശ്രീദേവി ചേച്ചി, ശ്രീദേവി ചേച്ചി. രാധികയുടെ അമ്മയല്ലേ? നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ കുട്ടിയെ വീട്ടുവേലയ്ക്ക് വിട്ടത്? അല്ല, എനിക്കറിയില്ലായിരുന്നു. അയാളുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് സഹായത്തിന് പറഞ്ഞാ കൊണ്ടുപോയത്. ഓഹോ. മോളെ അയച്ചില്ലെങ്കിൽ വീടിന് തീ വെക്കും, പോലീസിൽ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കും. കുറച്ച് ദിവസത്തേക്കല്ലേന്ന് കരുതിയാ ഞാൻ. ശരി ശരി, സാരല്ല, നമുക്ക് വേണ്ടത് ചെയ്യാം. ടീച്ചറെ, എൻ്റെ മോള്. പേടിക്കണ്ട, മോൾക്കൊന്നും പറ്റില്ല. സമാധാനമായിട്ടിരുന്നോളൂ. മാം, ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരികയാണ്. ഞങ്ങൾക്ക് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ എസ് ഒന്ന് കാണണം. ശരി, പോയിക്കോളൂ. ഓക്കെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. സർ. ടീച്ചറോ? കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഇരിക്കി. എന്താ ടീച്ചറെ, സ്കൂളിൽ മറ്റേ പ്രോഗ്രാമോ മറ്റോ ഉണ്ടോ? സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എന്നെ ക്ഷണിക്കാൻ വന്നായിരിക്കും അല്ലേ? ഞാൻ റെഡി. അല്ല സർ, സ്കൂളിലൊരു പ്രധാന പ്രശ്നമുണ്ട്. പ്രധാന പ്രശ്നം? പ്രധാന പ്രശ്നം സംസാരിക്കാൻ കുട്ടികളെയും കൂട്ടിയിട്ട് വന്ന്. എന്നാ കുട്ടികൾ പറയട്ടെ. മോള് പറ. എന്താ പേര്? അമ്മു. അമ്മു. അമ്മു പറ, എന്താ പ്രശ്നം? ഞങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന രാധിക കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ വരാറില്ല സാർ. ഇതാ പ്രശ്നം. രാധികയെ നമുക്ക് പിടിച്ചുകൊണ്ടുവരണം. ജോസേ, ജോസേ. അതല്ല സാർ. മോൻ പറ, എന്താ പ്രശ്നം? രാധികനെ ഓളെ അച്ഛൻ ഏതോ വലിയ ബംഗ്ലാവിൽ കൊണ്ടാക്കിയിരിക്കുക പണിക്ക്. ഓളുടെ അച്ഛൻ വലിയ കള്ളുടിയനാ. ഓളുടെ അമ്മ ഇപ്പം കരഞ്ഞോണ്ടിരിക്കുക.
ഇനി ടീച്ചർ പറഞ്ഞു. സർ, ആ കുട്ടിയുടെയും അമ്മയുടെയും കാര്യം വളരെ കഷ്ടമാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ പരാതിയിൽ എഴുതിയിട്ടുണ്ട്. ജോസേ, സർ. ഇവിടെ വാ, ഇതൊന്ന് വായിക്കും. ബഹുമാനപ്പെട്ട ചെറുവാതിരി പോലീസ് ഇൻസ്പെക്ടർ അവർക്ക് ചെറുവാതിരി ഹൈസ്കൂൾ അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന പരാതി. ഞങ്ങളുടെ സ്കൂളിൽ 8ാം തരത്തിൽ പഠിക്കുന്ന രാധിക എന്ന പെൺകുട്ടി 3 ദിവസമായി ക്ലാസ്സിൽ വരുന്നില്ല. ഈ കുട്ടിയെ അവളുടെ അച്ഛൻ കുറുന്തോട്ടത്ത് ചന്ദ്രൻ എന്ന ആൾ ശ്രീദേവിയുടെ അടുത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഏതോ വലിയ വീട്ടിൽ വിലക്ക്. ഈ ചന്ദ്രൻ എന്നുള്ള പെരിച്ചാഴി ഇപ്പൊ എവിടെയുണ്ട്? സാറേ, അയാളിപ്പോൾ കള്ളുഷാപ്പിലുണ്ടാവും. 24 മണിക്കൂർ അവിടെ തന്നെ ഉണ്ടാവുക. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ കള്ളു കുടിക്കോ? മോളെ, മാഷ് കുടിക്കോ? ഇല്ല സാർ. ആ ജോസേ, ആ രാജനെ വിളിക്ക്. സർ. മോനെ, ഇമ്മാഷ് കുടിക്കോ? സർ. രാജ, കാര്യങ്ങളൊക്കെ ജോസ് പറയും. ആ ചന്ദ്രനിൽ പെരിച്ചാഴി ഇപ്പം കള്ള് ഷാപ്പിലുണ്ടാവും. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവനെ കൂട്ടിക്കൊണ്ട് വരിക. ജീപ്പ് ഓർത്തില്ലേ? പോയി വാ. സർ. പിന്നെ അവൻ കള്ള് ഷാപ്പിലില്ലെങ്കിൽ ഉള്ള സ്ഥലം കണ്ടെത്തി അവനെ പൊക്കണം. അവനെ മാത്രമല്ല, അവനറിയാം അവൻ്റെ മകള് എവിടെയാ ഉള്ളതെന്ന്. മകളെയും കൂട്ടി അവനോട് വരാൻ പറ. ഇപ്പൊ ശരിയായി തരാം. അലിക്കോയെ, അലിക്കോയെ, ഇവർക്ക് ചായയും പലഹാരമൊക്കെ കൊടുക്ക്. പൈസ ഞാൻ തരാം. രാധിക, കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ. സർ, ആ വീടിൻ്റെ ഉടമസ്ഥനെ കിട്ടിയിട്ടില്ല. അയാൾ ബാംഗ്ലൂരാണ്. അയാൾ വന്നാൽ ഉടൻ തന്നെ വരാൻ വേണ്ടി ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. സർ. ഈ പാവം കുട്ടിയെ വെച്ചിട്ട് കള്ളു കുടിക്കല്ലോ, പെരിച്ചാടി ഒറ്റ കുത്തുന്നുണ്ടല്ലോ. പിന്നെ ടീച്ചറെ, ഈ സംഭവത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ സംഭവം കേസായി കഴിഞ്ഞാൽ കുട്ടീനെ കോടതിയിൽ ഹാജരാക്കണം. കുറച്ച് ദിവസം ചൈൽഡ് ഹോമിൽ കൊണ്ടുപോയിട്ട് പാർപ്പിക്കേണ്ടി വരും. പിന്നെ അവിടുന്ന് വിട്ട് കിട്ടണമെങ്കിൽ പലവിധ നൂലാമാലകളാണ്. കുട്ടീൻ്റെ അവകാശ പ്രശ്നം, അങ്ങനെ പലതും. ഇനി ടീച്ചർക്ക് എന്താ തീരുമാനിക്കാൻ പറ്റുക, അത് തീരുമാനിക്കാം. വേണ്ട സർ, കേസും വയ്യാവേലി ഒന്നും വേണ്ട. ഞങ്ങൾ കുട്ടിയെ കിട്ടിയാൽ മതി. ഇനി അയാളെ കൊണ്ട് ആ കുടുംബത്തിന് ഒരു ഉപദ്രവം ഉണ്ടാകരുത്. ഞങ്ങൾക്ക് അത്രയും മതി. ഓക്കെ ടീച്ചർ, ഞാനും അതന്നെ വിചാരിച്ചത്. കാരണം ഒരു പെൺകുട്ടിയുടെ ഭാവിയല്ലേ. ജോസേ, ആ ചന്ദ്രനെ കൊണ്ട് കൊണ്ടുപോവാ. നിന്റെ മോളടുത്തുണ്ടായി പോയി, അല്ലെങ്കിൽ നിന്റെ നട്ടല്ലേ ചവിട്ടിപ്പൊട്ടിച്ചിനി. നോക്ക, ഇനി ഞാൻ വീട്ടിന്റെ പരിസരത്ത് കേറിയാൽ എത്ര നല്ല മോളാണ് നിന്റെ കുട്ടി. ആ കുട്ടീനെ അധ്വാനിച്ച് പോറ്റുന്ന ആ സാധു സ്ത്രീനെ ഉപദ്രവിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നട? ഒന്ന് നന്നായിക്കൂടെ? ഇനി നിന്റെ ഉപദ്രവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ജോസേ, ഒഴിവാക്ക്. ലക്ഷ്മി,
ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. വരൂ 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 വരാ. മോള് വാ, മക്കളും വാ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. മോള് നന്നായി പഠിച്ച് വലിയ ആളാകണം. ഔ, മനസമാധാനായി. ആ എല്ലാരും വരി. വരി. എന്റെ മോളെ മോളെ രാധിക, ശ്രീദേവി, അല്ല, നിങ്ങൾ ഉത്തരപ്പെട്ട് നിന്നായോ? മക്കളെ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ഇതാണ് സ്നേഹത്തിന്റെ പവർ. ചന്ദ്ര, ഇവരെ കൂട്ടി വീട്ടിൽ പോയിട്ട് അധ്വാനിച്ച് നന്നായി ജീവിക്കാൻ നോക്ക്. ഓക്കെ. ആ എല്ലാരും പോയിക്കോളി പോയിക്കോളി പോയിക്കോളി. ശരി ശരി.